ശ്രീ സന്ദീപ് വാര്യർ. സർ, നമ്മുടെ നാടിൻ്റെ ഖജനാവിന് വലിയ തോതിൽ സംഭാവന ചെയ്തിട്ടുള്ള നമ്മുടെ നാടിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ള കർഷകർ ഇന്ന് മലയോര മേഖലയിൽ വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. ഒന്ന്, കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല, അതിനേക്കാൾ പുറമെയാണ് വന്യമൃഗങ്ങളുടെ ശല്യം എന്ന് പറയുന്നത്. സർ, എൻ്റെ നിയോജകമണ്ഡലമായ തൃക്കരിപ്പൂർ ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ പാലാവയൽ വില്ലേജിൽ അവിടെ ഏതാണ്ട് 3.5 കിലോമീറ്ററാണ് സോളാർ ഹാങ്ങിങ് ഫെൻസ് ഉള്ളത്. ബാക്കി 4 കിലോമീറ്റർ സാധാരണ ഫെൻസിങ് ആണുള്ളത്. അത് മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് തകർന്നതുകൊണ്ട് ഈ കർണാടക വനത്തിൽ നിന്നും കാട്ടാനകൾ വന്ന് വലിയ തോതിൽ കാർഷികോൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്നു, മനുഷ്യർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സർ, അതുപോലെ തന്നെ പന്നികളുടെ ശല്യം, അവിടെ വിളകൾ നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വലിയ പ്രയാസം മനുഷ്യരെയും ആക്രമിക്കുന്നുണ്ട്. കുരങ്ങിൻ്റെ ശല്യമുണ്ട്. നാളികേര കർഷകർ വലിയ പ്രയാസത്തിലാണ്. ഇവിടെ പ്രശ്നം ഈ ഫെൻസിങ്, സോളാർ ഫെൻസിങ്, ബാക്കിയുള്ള പ്രദേശങ്ങളിൽ കൂടി സോളാർ ഫെൻസിങ്, അത് ഹാങ്ങിങ് ഫെൻസിങ് വേണമെന്നുള്ളതാണ് അവിടുത്തെ കർഷകരുടെ ആവശ്യം. അത് നടപ്പിലാക്കുമോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നഷ്ടപരിഹാരം ലഭിക്കുന്നത് വളരെ ചെറിയ തുകയാണ്. അത് കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കേണ്ടത്, മാത്രമല്ല കിട്ടാനും വലിയ പ്രയാസമുണ്ട്. അവിടെ ഈ കർഷകർ പലായനം ചെയ്യുന്ന അവസ്ഥയിലാണ് സാർ ഉള്ളത്. അവിടെ ഈ അവരുടെ ഭൂമിക്ക് വില കിട്ടുന്നില്ല, വിറ്റ് പോകാൻ കഴിയുന്നില്ല. അവിടെ ഉന്നതിയിൽ താമസിക്കുന്ന പട്ടികവർഗ വിഭാഗങ്ങൾ, അവർക്ക് പോകാൻ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ വന്യമൃഗങ്ങളുടെ ശല്യം മുഴുവൻ അവർ അനുഭവിക്കേണ്ടി വരികയാണ്. അവരിത് പലപ്പോഴും വിധേയരാവുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, കാട്ടാനകൾ വലിയ തോതിൽ കേരളത്തിൽ മുഴുവൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ വനമേഖലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ ആനകളുടെ എണ്ണം പെരുകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് പഴയതുപോലെ ഈ കാട്ടാനകളെ പിടിച്ച് നമ്മുടെ ക്ഷേത്രോത്സവങ്ങൾക്കൊക്കെ ആനയെ കിട്ടാത്ത വലിയ പ്രയാസമുണ്ട്? അത് പരിഗണിച്ചുകൂടെ എന്നുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട പുതിയ മെമ്പർ ആയതുകൊണ്ട് 3 ചോദ്യമാണ് സാർ വന്നത്. എനിക്കറിയാം. ഈ പറഞ്ഞ പോലെ സർ, ഇതിൻ്റെ ഈ സോളാർ ഫെൻസ് ഹാങ്ങിങ് ഫെൻസോ പര്യാപ്തമാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. ആനയെ പോലെ ബുദ്ധിയുള്ള ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം മറികടക്കുന്ന തന്ത്രങ്ങൾ ആന മെനയുന്നുണ്ട്. സർ, ഒരു വളരെ ഇതായിട്ടുള്ള ഒരു ഫെൻസ് തയ്യാറാക്കി അതിന് വോൾട്ടേജ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഇത് കണ്ടതാണ്. വെളുപ്പാങ്കാലമാകുമ്പോഴത്തേക്കിന് ഈ സോളാർ ആയതുകൊണ്ട് വെളുപ്പാങ്കാലമാകുമ്പോൾ അല്പം വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും സർ. ആന വന്ന് നിന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് തട്ടി നോക്കും. ഈ 4 മണി സമയമാകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ ഒറ്റ ചവിട്ട് വേലി മറിച്ച് ഇപ്പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. അന്നേരം ഇതൊന്നും പൂർണ്ണമായി ഫലപ്രദമല്ല. അതുകൊണ്ടാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് കോംപ്രിഹെൻസീവ് പ്ലാൻ തയ്യാറാക്കണം. ഏറ്റവും കോൺഫ്ലിക്റ്റ് സോൺസിലേക്ക് ഇതിൽ നിന്നപ്പുറമുള്ള ഒരു സംവിധാനം, സുരക്ഷിത സംവിധാനം ഉണ്ടാക്കണം. പല എക്സ്പെരിമെൻറ്റേഷൻ നേരത്തെ നടന്നിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി ചെയ്യുന്നു. പിന്നെ അദ്ദേഹം ചോദിച്ചത് ഒരു കാര്യം നഷ്ടപരിഹാരത്തെ കുറിച്ചാണ്. നഷ്ടപരിഹാരം കൊടുക്കുന്നത് കർഷകന് പര്യാപ്തമാണെന്ന അഭിപ്രായം ഗവൺമെൻറ്റിനില്ല. പല പരിമിതിയിൽ നിന്നുകൊണ്ടാണ്. അതിനൊരു പുതിയ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ പരിഷ്കാരം വരും ദിവസങ്ങളിലുണ്ടാകും സർ. അതുപോലെ തന്നെ ഈ കാട്ടാനയെ പിടിച്ച് നാട്ടാനയാക്കുന്നത് നമ്മുടെ അധികാരപരിധിയിലുള്ള കാര്യമല്ല. അത് സർ അറിയാമല്ലോ, പരിമിതി അറിയാമല്ലോ, അത് സാധ്യമല്ല എന്ന കാര്യമല്ല.